ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയും തന്നെയാണ് കേട്ടോ. ഇരുവരും തമ്മിലുള്ള തലയിണയ്ക്ക് അടിയും ബഹളം കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്ത് പറയുന്നുണ്ട്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഏത് സമയവും ഇണക്കം മാത്രം പോലെ ഇടയ്ക്കൊക്കെ പിണക്കവും വേണ്ടേ, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയതാണെന്ന് വർഷയോട് പറയുന്ന സമയത്ത് വർഷയും അത് ശരിവെക്കാണ്ട്. പിന്നീട് കാണിക്കാൻ നമ്മുടെ രേവതിയുടെ കുടുംബം, അതായത് രേവു ലക്ഷ്മി ശരത്തും കൂടി മറ്റൊരു വാടക വീട്ടിലേക്ക് മാറുകയാണ് കേട്ടോ. ആ ഒരു സമയം തന്നെയാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി പാല് കാച്ചുന്ന സമയത്ത് വരില്ലാത്തതിൻ്റെ പരിഭവം നമ്മുടെ ലക്ഷ്മി പറയുന്ന സമയത്ത് ഇതൊരു വാടക വീടല്ല, അതിപ്പോൾ അതിനിപ്പോൾ ഇത്ര വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കും നോക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എന്ന് പുതിയ വീടെടുക്കുന്ന അന്ന് വരെ നമുക്ക് ഈ ഒരു ചടങ്ങുണ്ടാവും. എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് നമുക്ക് സ്വന്തമായ ഒരു വീടെന്നത്. എൻ്റെ മാത്രമല്ല അച്ഛൻ്റെയും വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷേ അച്ഛൻ ആ ഒരു ആഗ്രഹം സാധിക്കാതെയാണ് പോയതെന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇപ്പം എൻ്റെ ബിസിനസ് പതിയെ ഡെവലപ്പ് ആവുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി വെച്ച് നമുക്കൊരു വീട് തന്നെ മേടിക്കാം എന്നൊക്കെ രേവതി ലക്ഷ്മിയെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട. ആ ഒരു സമയത്ത് അവിടെ ശരത്തും ദേവും ഉണ്ടാവും. മാത്രമല്ല രേവതി ലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ദേവുവിനും ജോലി കിട്ടി, ശരത്താണ് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പഠിച്ച് നല്ലൊരു ജോലി അവൻ മേടിക്കുന്നതായിരിക്കും, അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ അച്ഛമ്മ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് പോകാനിറങ്ങുന്ന സമയത്ത് രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതി അടുക്കളയിൽ നിന്ന് ഓടി വരുന്ന കാണുമ്പോൾ തന്നെ അച്ഛമ്മ പറയണം, ഏത് സമയത്ത് അടുക്കളയിൽ തന്നെ അടഞ്ഞു കൂട്ടിയിരിക്കാതെ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാതെ, സച്ചി നീ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. സിനിമയ്ക്ക് മാത്രമല്ല, ഇവിടെയും കൂട്ടി പുറത്ത് എവിടെയെങ്കിലും പോകാൻ നോക്ക്, എത്രയും വേഗം തന്നെ നിങ്ങൾ പറ്റിയ സ്ഥലം കണ്ടുപിടിച്ച് 2 ദിവസം ഇവിടുന്ന് മാറുന്ന ട്രിപ്പൊക്കെ എൻജോയ് ചെയ്ത് വായെന്നൊക്കെ അച്ഛമ്മ പറയുമ്പോഴത്തേക്കും ചന്ദ്ര വേഗം എന്ന് പറയുന്നത് അവൾ ഇവിടുന്ന് മാറുന്നത് ശരിയാവുകയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ശരിയാവുകയില്ല, അടുക്കള ഇവിടെ മാത്രം കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം, നിങ്ങൾ 2 പെണ്ണുങ്ങളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രയോട് ശ്രുതിയോടും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇരുവർക്കും അതിനൊരു മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛമ്മ രേവതിയോട് പറയുന്നത് 2 ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കണം, മാറുന്ന നിന്റെ സകല ജോലിയും ടെൻഷനൊക്കെ മാറ്റിവെച്ച് സച്ചിയുടെ കൂടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വായെന്നൊക്കെ അച്ഛമ്മ പറഞ്ഞതിന് ശേഷം എല്ലാവരുടെ യാത്ര പറഞ്ഞ് പോകാനിരുന്ന സമയത്ത് രവിയെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഒരു അമ്മയുടെ സ്നേഹത്തോട് തന്നെ രവിയെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രവി ചോദിക്കുന്നത്, എന്താ പതിവില്ലാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല മോനെ, എനിക്ക് തോന്നി അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ രേവതി അടുക്കളയിലേക്ക് ചെന്ന് പാചകത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്നതിന് ശേഷം ഇവരുടെ ഒരു ടൂർ പ്ലാനിങ് മുടക്കുന്നതിന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. സച്ചി വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, മാത്രമല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ കൊള്ളില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് ഞങ്ങളെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ അവിടുത്തെ കാലാവസ്ഥ കൊള്ളില്ല എന്ന് പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങോട്ട് പോയാലും അവിടുത്തെ കാലാവസ്ഥ കൊള്ളില്ലായിരിക്കുമെന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട്. അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ ഈ ട്രിപ്പിന് പോവുക തന്നെ ചെയ്യുമെന്ന് രേവതി ഉറച്ച തീരുമാനം പറയുമ്പോഴത്തേക്കും താൻ എന്ത് പറഞ്ഞാലും ഇവർ പോകും എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ചന്ദ്ര അവിടെ നിന്ന് മടങ്ങി പോവാണ് കേട്ടോ. ഇതിന് ശേഷം കാണിക്കുക നമ്മുടെ സച്ചി അച്ഛമ്മയെ കൊണ്ടാക്കിക്കൊണ്ട് തിരികെ വരുന്ന സമയത്ത് രവി ഉമ്മറത്തുണ്ടാവും. രവി അമ്മയെ കൊണ്ടാക്കിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മയെ ബസ് കെട്ടിവിട്ടിട്ടുണ്ട് എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് രവി ചോദിക്കുന്ന സമയത്ത് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് സച്ചി മറുപടി പറയുകയാണ്. ഇനി എപ്പോൾ തീരുമാനിക്കുക, 2 ദിവസം കൂടി 2 ദിവസത്തിൽ പോകണമെന്നല്ല അമ്മ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എത്ര വേഗം പോകാൻ നോക്കുന്നത്. ശ്രീകാന്തും വർഷയും മുകളിലുണ്ട്, അവർക്ക് ഏകദേശം നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രവിയും സച്ചിയും കൂടെ അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വർഷം വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, സച്ചിയായിട്ട് നിങ്ങൾ പോകാനുള്ള സ്ഥലം കണ്ടെത്തി എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ പോകാൻ പറ്റി ഇപ്പോഴത്തെ ബെസ്റ്റ് സ്ഥലം എന്നത് നമ്മുടെ മൂന്നാർ തന്നെയാണ്, മൂന്നാർ നല്ല ഏരിയ ആണെന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും മൂന്നാർ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല എന്ന് ശ്രുതി മുകളിൽ നിലന്ന് വിളിച്ച് പറയാൻ കേട്ടോ. ഇവളിങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാറിലേക്ക് തന്നെയാണ് പോകുന്നത്, എന്തായാലും മൂന്നാറിലെ ടൂർ ഫിക്സ് എന്ന് നമ്മുടെ സച്ചി മറുപടി പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനാകുന്നില്ല. പെട്ടെന്ന് തന്നെ വർഷ ചോദിക്കുന്ന ശ്രുതി ചേച്ചി മൂന്നാർ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും പോയിട്ടില്ല എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ അവിടുത്തെ സ്ഥലം കൊള്ളില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ചോദിക്കുന്ന സമയത്ത് അതിനിപ്പോൾ പോകേണ്ട കാര്യമുണ്ട്, അവിടെ പോയിട്ട് വന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രുതി മറുപടി പറയുകയാണ്. പെട്ടെന്ന് വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി പറയുന്ന കാര്യമൊക്കെ ഉണ്ട്, അവിടെ നല്ലൊരു പ്ലേസാണ്, ഒരുപാട് യാത്രക്കാരും ടൂറിസ്റ്റ് ഏരിയയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇതിന് പറ്റിയ സിറ്റുവേഷൻ തന്നെയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഞാൻ റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്ത് തരാമെന്നും പറഞ്ഞുകൊണ്ട് വർഷ തന്നെയാണ് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. നാളെ തന്നെ പോയിക്കോളാനായിട്ട് വർഷ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ചന്ദ്രയാകട്ടെ ഇവർ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞ് എങ്ങനെയും പോകുന്നതാണല്ലോ പറയുന്നത്, എന്ത് ചെയ്യുമെന്നുള്ളൊരു ആകെ ടെൻഷനോട് കൂടി തന്നെ ഇവരുടെ ഒരു പദ്ധതിയും പ്ലാനിങ്ങും ഒക്കെ മുടക്കുന്നതിന് വേണ്ടി
ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രേവതി സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രേവതി സച്ചി വന്ന ഉടനെ തന്നെ പറയുന്നത്, അമ്മ എന്തോ ഗൂഢമായി തന്നെ ആലോചിക്കുന്നുണ്ട്, ഞങ്ങളുടെ ട്രിപ്പ് എങ്ങനെ മുടക്കാമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. അമ്മ പല സീരിയലും കാണുന്നതുകൊണ്ട് തന്നെ അമ്മായിയമ്മമാരുടെ സ്വഭാവം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവരെന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നീ എന്താ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അമ്മയ്ക്ക് വയറുവേന എടുക്കുകയാണെങ്കിൽ വയറുവേനയ്ക്കുള്ള മരുന്ന്, തലവേന എടുക്കുകയാണെങ്കിൽ തലവേനയ്ക്കുള്ള മരുന്ന്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്ക് ഓരോ അസുഖത്തിനും ചന്ദ്ര എന്തൊക്കെ അസുഖങ്ങൾ അഭിനയിക്കാൻ സാധ്യതയുണ്ട് അതിനെല്ലാം തന്നെ മെഡിസിൻ കാണിച്ചു കൊടുക്കുകയാണ് സച്ചി. അവസാനം പറയുന്നത്, ഇപ്പം അമ്മ തല ഇറങ്ങി വീഴണമെങ്കിൽ ഇതാണ് ഇഞ്ചക്ഷൻ സൂചി, ഇതിലേക്കുള്ള മെഡിസിൻ ഞങ്ങൾ മേടിച്ചിട്ട് ഇത് കുപ്പി വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോകുമെന്ന് സച്ചി മറുപടി പറയുമ്പോഴത്തേക്കും ചന്ദ്ര ആകെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. ഇതെല്ലാം മാറിയെന്ന് കേൾക്കുന്ന രവി എന്തൊക്കെ പറഞ്ഞാലും സച്ചി രേവതി പോകും എന്നുള്ളൊരു തയ്യാറെടുപ്പാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ചന്ദ്ര ഈ ഒരു സമയത്തും താൻ ഇവരുടെ പദ്ധതികളെല്ലാം തന്നെ എങ്ങനെയും നശിപ്പിക്കും എന്നുള്ളൊരു തീരുമാനത്തോടെ തന്നെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.